പൂക്കോട് വെറ്ററിനറി കോളേജിൽ മർദ്ദനത്തെയും ആൾക്കൂട്ട് വിചാരണയെയും തുടർന്ന് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വെറ്ററിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാൻ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായുണ്ട്. അരുൺ, കേരളത്തിന്റെ ആകെ ഒരു നോവായി വേദനയായി മാറുകയാണ് ഈ സിദ്ധാർത്ഥന്റെ ആത്മഹത്യ എന്നുള്ളത്. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്രയും ഞെട്ടിപ്പിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതൊക്കെയാണ്. ഇപ്പോൾ അറസ്റ്റിലായ 3 പേരുടെ കൃത്യത്തിലുള്ള പങ്കെന്താണ്? പക്ഷേ ഇന്നലെയാണ് ഈ 3 പേരെയും കസ്റ്റഡിയിലെടുത്തിരുന്നത്. ആകെ ഈ കേസുമായി ബന്ധപ്പെട്ട 18 പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ 10 പേരുടെ അറസ്റ്റ് ഇപ്പോൾ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7 പേരുടെ അറസ്റ്റായിരുന്നു ആദ്യം രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇവർ 3 പേരുടെയും ഈ 3 പ്രതികളുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ SFIയുമായി നേരിട്ട് ബന്ധമുള്ള പ്രതികൾ, SFIയുമായി ഈ കേസുമായി ബന്ധിപ്പിക്കാൻ കാര്യമുള്ള പ്രതികൾ തന്നെയാണ്. കാരണം SFIയുടെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉണ്ട്, SFI യൂണിറ്റ് അംഗവുമുണ്ട്, യൂണിയൻ അംഗവുമുണ്ട്. അങ്ങനെ 3 പ്രതികളാണ്. അപ്പോൾ ആകെ 10 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനിയുള്ളത് 8 പ്രതികളാണ് ഈ കേസിൽ ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. നേരത്തെ 6 പേരുടെ ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ 6 പേരുടെ സസ്പെൻഷൻ ആയിരുന്നു. അങ്ങനെ 18 പേരെയും കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഡീനിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ, ഡീൻ വിശദീകരണം നൽകിയതൊക്കെ വിവാദമായിരുന്നു. കാരണം ഈ സംഭവത്തെ പറ്റി അറിഞ്ഞില്ല എന്നുള്ള ഒരു വിശദീകരണമായിരുന്നു ഡീൻ നൽകിയത്. ഈ സർവകലാശാല രജിസ്ട്രാർ ചോദിച്ച ചോദ്യത്തിനുള്ള വിശദീകരണമായി സംഭവത്തെക്കുറിച്ച് അറിഞ്ഞില്ല, കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാവർക്കും എതിരെ നടപടിയെടുത്തു എന്നുള്ള ഒരു പ്രതികരണം മാത്രമായിരുന്നു ഡീൻ നടത്തിയത്. അതിനെതിരെയൊക്കെ എന്തായാലും പ്രതിഷേധം ചൂടുപിടിക്കുന്നുണ്ട്. ABVPയുടെയും KSUവിന്റെയും ഒക്കെ പ്രതിഷേധവും ഇവിടെ പൂക്കോട് അരങ്ങേറിയിട്ടുണ്ട്. ഇനി ഈ കേസിൽ നിർണായകം ഈ 8 പേരെയും കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലുള്ള ലക്ഷ്യം. ഇത് 13ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാടിനെ ആകെ നടുക്കിയ സിദ്ധാർത്ഥന്റെ മരണം ഒരു നോവായി സിദ്ധാർത്ഥൻ തുടരുന്നു. അപ്പോൾ ഇനി 8 പേരുടെ കൂടി പ്രതികളായ 8 പേരെ കൂടി പോലീസിനെ കണ്ടെത്താനുണ്ട്. ഈ 3 പ്രതികളുടെയും MLAക്കെതിരെ ഉൾപ്പെടെ ആരോപണങ്ങൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ SFIക്കാരായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണല്ലോ പൊതുവെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ. അങ്ങനെയാണല്ലോ, എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? എവിടെയാണ് അത്തരത്തിലൊരു അട്ടിമറി ഇടപെടൽ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത്? തുടക്കം മുതൽ തന്നെ SFI ഈ സർവകലാശാല അധികൃതരുമായുള്ള ഒത്തുകളി എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് ഉയർന്നത്. ഈ കോളേജിനുള്ളിൽ തന്നെ അത്തരത്തിലൊരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നതെന്ന് ആണ് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഇപ്പോഴും കോളേജിനുള്ളിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അക്ഷയ, ഈ കോളേജിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നു, അത് കുട്ടികൾ സംസാരിക്കാൻ തയ്യാറല്ല അല്ലേ? അതെ, ഇപ്പോഴും നമ്മൾ അതിലൊക്കെ കുട്ടികളൊക്കെ ഒരു ഭയം പ്രകടമാക്കുന്നുണ്ട്. അതിലൊക്കെ വിദ്യാർത്ഥികളോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോഴും അത്തരത്തിലൊരു പ്രതികരണം നടത്താൻ ആരും തയ്യാറായിട്ടില്ല. നേരത്തെയൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സമാനമായ സാഹചര്യം നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ഇടുക്കിയിലും കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ്, വെസ്റ്റീൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ നമ്മൾ കണ്ടപ്പോൾ കോളേജിനുള്ളിൽ അത്തരത്തിലുള്ള ഒരു കലുഷിതമായ അന്തരീക്ഷമാകുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കോളേജിനുള്ളിൽ നിന്ന് പ്രതിഷേധവുമായി വരുന്ന സാഹചര്യം ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞ് കുടുംബം ആദ്യം ആരോപിക്കുന്നു. അങ്ങനെ ഈ അതോറിറ്റിക്ക് പോകുന്നു, ആന്റി റാഗിംഗ് അതോറിറ്റിക്ക് പോകുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരുമ്പോഴാണ് ഈ സംഭവത്തിന്റെ ആഘാതം, ഈ ഒരു നടുക്കത്തിൽ കേരളമാകുന്നത് തന്നെ. അത്തരത്തിൽ ഈ സംഭവം പുറത്തേക്ക് വരുന്നത് തന്നെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണത്തിന് ഇത്രയും തയ്യാറാകുന്നില്ല എന്നുള്ളത് മറ്റ് ആരോപണങ്ങൾ. SFI അത്തരത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണം ശരിവെക്കുന്ന തരത്തിലാകുന്നു. കാരണം അത്തരത്തിലൊരു സംവിധാനമാണ്, ഒരു വിചാരണ ചെയ്യുന്ന അത്തരത്തിലൊരു സംവിധാനം തന്നെയാണ് അവിടെ പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ള രീതിയിൽ തന്നെ സമാനമായ രീതിയിലുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് അവർ ഈ തൽപരരായി ഇതിന് അഭിപ്രായം പ്രകടമാക്കാൻ മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യമുള്ളത്. അക്ഷയ.